പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിളിച്ചില്ലെങ്കിൽ അയ്യോ ഭാഗ്യം തന്നെ പറയുന്നു. കാരണം അതല്ല, അതിൽ കാണിക്കുന്ന പല രീതിയിലുള്ള കോപ്രായങ്ങളുണ്ടല്ലോ. മറ്റേ ഐസ്ക്രീം തേക്കുക അങ്ങനെ കളിക്കുമ്പോ പട്ടാനൊന്നുമല്ല അവരൊക്കെ. അതുകൊണ്ട് ഷോയിൽ വിളിക്കാത്തൊരു നന്ദിയുണ്ട്. ഇയാളെ പോലത്തെ ഈ താഴെയുള്ള ആൾക്കാരൊക്കെ വിളിക്കട്ടെ ബിഗ് ബോസിലേക്ക്. അപ്പൊ അവർക്ക് മനസ്സിലാവും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ അഭിലാഷ് ആട്ടായം കയറും. അപ്പൊ വിളിക്കും. എനിക്ക് ഒരുപാട് ഷോസും ഞങ്ങളൊക്കെ ഉണ്ട്. കാരണം മോഡലിംഗ് ഫാഷൻ ഷോ ഒക്കെ ചെയ്ത് മുന്നോട്ട് കിടന്ന് പിടയ്ക്കാതെ നടക്കാം. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് തന്നെ ബിഗ് ബോസ് മാത്രമല്ല ഏഷ്യാനെറ്റ് ചാനൽ തന്നെ കൂട്ടി പോകേണ്ടി വരും. അവൻ കിടന്ന് കോപ്രായം കാണിക്കുക, അവരെ കോപ്രായം കാണിക്കാന്ന് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കണ തന്നെ. പുള്ളിയും കിടന്ന് പുള്ളിയും തന്ന അഭിലാഷ് ഏട്ടായൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഒന്നുമില്ല. നല്ല പ്രോഗ്രാം, അത്യാവശ്യം പ്രോഗ്രാം സുമേഷ് കുടിലക്കിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ട്രൂപ്പൊക്കെ നടന്നുകൊണ്ടിരുന്ന അവിടെ വന്ന് നല്ല മ്യൂസിക് ആർട്ടിസ്റ്റൊക്കെ ഈ പുള്ളിയുടെ കൂടെ കൂടി ഉള്ള ചീത്തപ്പേരും എല്ലാം വാരിക്കൂട്ടി. കാരണം പുള്ളി ഈ പെരേരയുടെ തണലിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് പെരേരയുടെ തണലിൽ ജീവിക്കുന്നില്ല. അങ്ങനെ കൂടെ ബിഗ് ബോസ് കെട്ടിയെടുത്തത് അങ്ങനെ വെളിയിലിരുന്ന് പെൺപിള്ളേരുടെ അടുത്ത് കാണിക്കുന്ന നാട്ടുകാരെ നമ്മൾ കാണാറില്ല. ഇനി അതുങ്ങളുടെ അടുത്ത് ബിഗ് ബോസിൽ പോയി പെണ്ണുങ്ങളുടെ അടുത്താണ്. അവിടെ നല്ല പെണ്ണുങ്ങളൊക്കെയാണ് ചെരുപ്പ് കൂടി അപ്പം സ്പോട്ടിൽ അടിച്ച് പുറത്താക്കി വിടും. എന്നിട്ട് ബിഗ് ബോസിൽ ഒന്നുമില്ല, നഷ്ടമായിപ്പോയി, ഭാഗ്യമായിപ്പോയി. അങ്ങനെ എല്ലാവർക്കും സാധാരണ ബിഗ് ബോസുകൾക്കൊന്നും അബദ്ധം ഏഷ്യാനെറ്റുകാർക്കൊന്നും അബദ്ധം പറ്റാറില്ല. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ എടുത്തു പിന്നെ എങ്ങനെയൊക്കെ കിടന്ന് കോപ്പായം കാണിച്ചാൽ നിന്നെ ഒന്നും എടുക്കാനൊന്നും പോകുന്നില്ല. ആരും മനസ്സിലാക്കാം. പിന്നെ ലൈവ് ഷോ, അതായത് നിന്നെ ഒരു കോമാളിയാക്കിയിട്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. എപ്പോഴും ഒരു ചാടിക്കളിക്കുക കൊച്ചുരാമ എന്നൊക്കെ പറഞ്ഞ കുരങ്ങന്മാരെ കാണില്ല, അതുപോലെ ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നിനക്ക് ലാഭമാണ്, അത് വേറെ കാര്യം. കിടന്ന് ഈ ഓവർ ഷൈനിങ് ഉണ്ടാകും, അത്ര നല്ലതല്ല.